വില കൂടെ കുറയുകയും ചെയ്യും. ആ ഒരു സിറ്റുവേഷൻസ് കൂടി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പൊതുമാർക്കറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് കിട്ടാനുള്ള അവസരം കൂടുതലാണ്. ഇത് നമ്മൾ പറയുന്ന കണക്കല്ല, ഗവൺമെൻറ് പറയുന്ന കണക്ക് 2006 52% ഉൽപ്പന്നങ്ങളും ഡ്യൂപ്ലിക്കേറ്റ് ആണ് പൊതുമാർക്കറ്റിൽ കിട്ടിയിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ 2025 കഴിയാറായി, നവംബറായി. ഈ ഡ്യൂപ്ലിക്കേറ്റ് എണ്ണം കൂടിയിട്ടുണ്ടാവും കുറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഒന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഇനി RCMലാണെങ്കിൽ ഒറിജിനൽ പ്രോഡക്റ്റ് കിട്ടും. കാരണം എന്താ, ഇടനിലക്കാരില്ല. കമ്പനി ഉണ്ടാക്കുന്ന ഉൽപ്പന്നം നേരെ കസ്റ്റമറിലേക്ക് വരാണ്. അപ്പോൾ ഇടനിലക്കാരില്ല. സോ അവിടെ നമുക്ക് ഒറിജിനൽ കിട്ടും. അതുകൊണ്ട് തന്നെ എന്താ, ഡ്യൂപ്ലിക്കേറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവുമെങ്കിൽ RCMൻ്റെ ഉൽപ്പന്നങ്ങൾ നല്ല ഒറിജിനൽ ഉൽപ്പന്നം ഉപയോഗിക്കുമ്പോൾ ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടും, ആരോഗ്യം കിട്ടും. ഇവിടെ RCM ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ആരോഗ്യം കിട്ടിയ, ഹോസ്പിറ്റലിൽ പോവാതെ ആയി തുടങ്ങിയ ആൾക്കാർ എത്ര പേരുണ്ട്? യെസ്, ഇത്രയും ആളുകൾ ഇങ്ങനെ ആരോഗ്യം കിട്ടിയ ആളുകളാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് ഹോസ്പിറ്റൽ ചെലവില്ലാതെ ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ ആളാണ് ഞാൻ. അതിന് സഹായിച്ചത് RCMമാണ്. സോ ഈ ഒരു അതുപോലെ തന്നെ പൊതുമാർക്കറ്റിൽ ടാക്സ് ഓഫ് ഗവൺമെൻറ്റിലേക്ക് കിട്ടുന്ന ടാക്സുകളൊക്കെ പലതും നമുക്ക് കിട്ടാതെ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ റൈറ്റ് ആൻസർ മാർക്കറ്റിൽ നേരിട്ട് എപ്പോഴും ടാക്സ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ